എൻ എം പിയേഴ്സണിലേക്ക് ശ്രീ എൻ എം പിയേഴ്സൺ ഇവിടെ സജീഷ് പറയുകയായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ DNA പരിശോധന. ഇദ്ദേഹം CPM-ൽ മെമ്പറായിരുന്നിട്ടില്ല, ഇദ്ദേഹം വർഗ ബഹുജന സംഘടനകളിൽ ഭാഗഭാക്കായിട്ടില്ല. മനോഹരമായ MV ഗോവിന്ദൻ്റെ വാക്ക് പറഞ്ഞാൽ പാർട്ടി അനുഭവ പരിചയമില്ലാത്ത വ്യക്തി, ഇനിയിപ്പോൾ വലതുപക്ഷത്തിൻ്റെ കോടാലി കൈയായി മാറിയിരിക്കുന്ന വ്യക്തി. ഇതൊക്കെ അംഗീകരിച്ചാലും എന്തുകൊണ്ടാണ് മൃദുഭാവത്തിലുള്ള മറുപടി പിണറായിയുടെ ഭാഗത്ത് നിന്നായാലും ഈ പറയുന്ന MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്നായാലും ഉണ്ടായത്? പിയേഴ്സൺ ഓർമ്മയില്ലേ സമാനമായൊരു നീക്കം മുൻപ് അലി നടത്തിയത്? ആ ഘട്ടത്തിൽ പിണറായി എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് പിയേഴ്സൺ ഓർമ്മയില്ലേ? അലി കീടമാണ് എന്നായിരുന്നില്ലേ അന്ന് പിണറായി ഈ ദിക്കുകൾ മുഴങ്ങുമാർ ആക്രോശിച്ചത്? എന്തേ ഇപ്പോൾ ആ ശബ്ദം ഇങ്ങനെ താഴ്ന്ന വിധാനത്തിൽ മാത്രമായിരിക്കുന്നു? ബാക്കി പിന്നീട് പറയാമെന്ന സാവകാശം തേടുന്നു ശ്രീ പിയേഴ്സൺ. അല്ല, വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് CPM എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? കാരണം ഈ സംഭവങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളുടെ തീക്ഷ്ണമായിട്ടുള്ള മുഖത്ത് യഥാർത്ഥത്തിൽ കത്തിത്തീരുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പാർട്ടി സഹാക്കൾക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറഞ്ഞത് എന്ന് അൻവർ പല ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് പാർട്ടി സഹാക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ പാർട്ടി സഹാക്കൾക്ക് വേണ്ടി അത് പറയുന്നു എന്ന് പാർട്ടി സഹാക്കൾക്ക് തോന്നുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയും പാർട്ടി സഹാക്കൾ പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളും അതേപോലെ തന്നെ അൻവറിന്റെ പ്രയോഗങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്തുകൊണ്ടാണ് പാർട്ടി സഹാക്കൾ അങ്ങനെ കൈയടിക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചേരുന്നത്? അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് യഥാർത്ഥത്തിൽ വേണു ഇപ്പൊ സൂചിപ്പിച്ച താണ നിലയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ പ്രതിഷേധ വാക്കുകളോ വരുന്നത്. കീടം അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അൻവറിനെ വിളിക്കാം, അൻവറിനെ ആ രീതിയിൽ പ്രതിയോഗിയാക്കി മാറ്റാം. അതൊക്കെ മാറ്റാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഉയർത്തപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളിൽ കാമ്പുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ കാമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ കാമ്പുണ്ട് എന്ന് കേരളം ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെയാണ് CPM പരാജയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ശരിയാണ് എന്ന് ആളുകൾക്ക് തോന്നുകയാണ് എങ്കിൽ, അവരുടെ കോമൺ സെൻസിന് തോന്നുകയാണെങ്കിൽ, ആ കോമൺ സെൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് അൻവറിന് കഴിഞ്ഞിട്ടുള്ളത്. അൻവർ പ്രത്യയശാസ്ത്രപരമായി ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അപൊളിറ്റിക്കലായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശക്തമായിരിക്കുന്നതും ദൃഢമായിരിക്കുന്നതും കോമൺ സെൻസിന്റെ അടിസ്ഥാനത്തിലാണ്. കോമൺ സെൻസ് ആണ് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. പ്രത്യയശാസ്ത്രപരമായി ചിലപ്പോൾ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അൻവറിനെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സർക്കാർ എന്ന് മാത്രമല്ല RSSുമായിട്ട് വലിയ ബാന്ധവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാർ. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തിരിക്കുന്ന കുഴി ബോംബായി ഇതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏതാണ്ട് കുറെ അധികം സഹാക്കൾ അംഗീകരിച്ച അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ താഴ്ന്ന നിലയിലുള്ള പ്രതികരണത്തിന്റെ അടിത്തറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ പാർട്ടി പരാജയത്തിന്റെ രുചി അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.